separation of powers and the checks and balances. So the principle of separation of power is one of the most important features of US constitutionalism. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത്. US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഏതാ? സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. The Constitution of USA clearly states that all legislative powers are vested with the Congress. ഇപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു സംഗതിയാണ്, എല്ലാ നിയമനിർമ്മാണ അധികാരങ്ങളും ആരുടെ കൈവശമാണ്? കോൺഗ്രസിൻ്റെ കൈവശമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് പ്രസിഡൻറ്റ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് കോൺഗ്രസിൻ്റെ കയ്യിൽ, എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ, ജുഡീഷ്യൽ പവേഴ്സ് ജുഡീഷ്യയുടെ കൈവശമാണ് എന്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ വാസ് പുട്ട് ഫോർവേഡ് ബൈ മോണ്ടസ്ക്യൂ ത്രൂ ഹിസ് വർക്ക് ദ സ്പിരിറ്റ് ഓഫ് ലാസ്. ഈ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന അധികാര വിഭജനം എന്ന് പറയുന്ന തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് മോണ്ടസ്ക്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ലാസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. The framers of US Constitution followed the theory of Montesquieu and adopted in their constitution. അപ്പോൾ അമേരിക്കയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ മൊണ്ടസ്ക്യൂവിൻ്റെ തിയറി തന്നെ പിന്തുടരുകയും എന്ത് ചെയ്തു? അവരുടെ ഭരണഘടനയുടെ ഒരു ഫീച്ചറായിട്ട് ഇതിനെ മാറ്റി, സെപ്പറേഷൻ ഓഫ് പവറിനെ മാറ്റി. അതായത് ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ മീൻസ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ആർ സെപ്പറേറ്റഡ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്ത് ചെയ്യപ്പെടണം? ഈ 3 ബ്രാഞ്ചസുമായിട്ട് എന്ത് ചെയ്യണം? വിഭജിച്ച് നൽകണം. അതായത് ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആർ സെപ്പറേറ്റ് ഫ്രം ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ സെപ്പറേറ്റ് ഫ്രം ദ ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് ദ ജുഡീഷ്യൽ പവേഴ്സ് ഓർ ജുഡീഷ്യറി ഈസ് ആക്ട് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. ഇപ്പം ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവ് പവറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം. എക്സിക്യൂട്ടീവ് പവർ ലെജിസ്ലേറ്റീവിൻ്റെ പവറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. ജുഡീഷ്യൽ പവേഴ്സ് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് ജുഡീഷ്യറി എന്തായി പ്രവർത്തിക്കുക? ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ദാറ്റ് മീൻസ് ദ പ്രസിഡൻറ്റ് ഈസ് നോട്ട് ഇലക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം എന്താ, പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? ഡയറക്റ്റ് ഇലക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെജിസ്ലേച്ചർ അല്ലാത്തത് കൊണ്ട് therefore he cannot be removed by the legislature through a no confidence motion. ഒരു അവിശ്വാസ പ്രമേയം വഴി എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ലെജിസ്ലേച്ചറിന് അമേരിക്കൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ കഴിയത്തില്ല. And similarly the judges are appointed by independently by the president. ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രസിഡൻ്റാണ്. ആൻഡ് ദേ cannot be removed from service except through impeachment. ഇപ്പം ജഡ്ജിമാരെ എന്ത് ചെയ്യുന്നത്? അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്താക്കാനായിട്ട് കഴിയും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഏതാ? സെപ്പറേഷൻ ഓഫ് പവർ. അതായത് ഈ തിയറി കൊണ്ടുവന്ന് മൊണ്ടസ്ക്യൂ ആണ്. മൊണ്ടസ്ക്യൂവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The powers of government should be divided in between these 3 branches of government. ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസിനുമായിട്ട് എന്ത് ചെയ്യുക? അധികാരങ്ങൾ നൽകുക. ആൻഡ് ദ ലെജിസ്ലേച്ചർ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി ആൻഡ് ദ ജുഡീഷ്യറി ഷുഡ് ബി എക്സിസ്റ്റിംഗ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗൻ. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് 3 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് നൽകിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ സെപ്പറേഷൻ ഓഫ് പവർ.